നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ നല്ലോണം വിയർത്ത് കുളിച്ച് നിൽക്കുക കേട്ടോ. സത്യം പറയാലോ, ഞാൻ നമ്മുടെ അടുത്തുള്ള പറമ്പിൽ നിന്ന് ഒരു കപ്പളങ്ങയൊക്കെ കുത്തിക്കൊണ്ട് വന്നപ്പോൾ മലക്കുട്ടി എന്നെ വിളിച്ചു, അമ്മേ വാ ഇൻട്രോ എടുക്കാൻ വരാൻ പറഞ്ഞു. അതെ, ഈ രണ്ട് സൈഡിൽ കൂടെ ഇതുണ്ടോ വേറെ തൊലിച്ചോണ്ടിരിക്കുകയാണ്. പപ്പ ഓസിന്റെ പണിക്ക് പോയി. എന്നാലും ഞാനും മലക്കുട്ടി മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇൻട്രോ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ശ്രീകോട്ടൻ ഇന്നലെ രാവിലെ പോയി കേട്ടോ. അവിടെ ചെന്നു, വിളിച്ചു, കാപ്പിയൊക്കെ കുടിച്ചെന്ന് പറഞ്ഞു. ആള് വണ്ടിയെ കയറിയപ്പോ ഛർദ്ദിച്ചു കേട്ടോ. ഛർദ്ദിച്ച അവശയായെന്ന് പറഞ്ഞു. രാവിലെ ഇവിടുന്ന് കഴിച്ചിട്ട് പോയത് മധുരക്കിഴങ്ങാണ് കേട്ടോ. അതെന്നാന്ന് ചോദിച്ചാൽ അവൻ അത് ഇഷ്ടമായിരുന്നു. അന്നേരം അത് ഉണ്ടാക്കിയാൽ മതി എന്ന് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോ ദോശയൊക്കെ കഴിച്ചിട്ട് പോടാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അമ്മ എനിക്ക് അത് ഇഷ്ടം, അത് 2 കഷ്ണം പുഴുങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം അത് ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേന് അത് ആൾക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഗ്യാസ് കയറുമല്ലോ. അന്നേരം അവന്റെ ഇഷ്ടത്തിന് ഞാനങ്ങ് ഉണ്ടാക്കി കൊടുത്തത്. അല്ലേലും തലേ ദിവസം കിടന്നപ്പോ 12 മണി കഴിഞ്ഞു. അത് നമുക്ക് 2 വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് കിടന്നപ്പോ താമസിച്ചു പോയി. പിന്നെ രാവിലെ 8 മണിയായപ്പോ പോകണമായിരുന്നു. അപ്പൊ ഉറക്കം ശരിയായില്ല. അതിന്റെ എല്ലാ ക്ഷീണമായിരുന്നു, ഡള്ളായിട്ടായിരുന്നേ. പിന്നെ പോയപ്പോ ആ ഒരു സങ്കടമുണ്ട്. എന്നായാലും ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ 3 പേര് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ ഉള്ളപ്പോഴാണ് ഞങ്ങളുടെ സന്തോഷം. അത് വീഡിയോയ്ക്കകത്തോടെ ഞങ്ങളുടെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവല്ലേ. അപ്പം നാളെയാണ് എനിക്ക് പോകേണ്ട ദിവസം. ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല. പോയിട്ടൊരു 10-30 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ വരേണ്ട ആവശ്യമുണ്ട്. അപ്പം കുറച്ച് ദിവസത്തിന് തിന്നാനുള്ള സാധനങ്ങളും പിന്നെ 1 കിലോ പഞ്ചസാര മേടിച്ചോണ്ട് പോകണം. ഇത് തേയിലപ്പൊടി മേടിച്ചോണ്ട് പോകണം. അത് അർജന്റ് സാധനം. എന്നറിയോ, എന്നും വൈകിട്ട് ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിക്കും. അപ്പം അതിന് അമ്മമാർ വിളിച്ചു പറയാൻ അത് മേടിച്ചോണ്ട് വരണം. അപ്പം അത് മേടിക്കണം. പിന്നെ വേറെ ഒന്നും അങ്ങനെ മേടിക്കാനില്ല. പാരസെറ്റാമോൾ 1 സ്ലിപ്പ് മേടിക്കണം. എൻ്റെ തീർന്നിരിക്കുക. പനിയൊന്നും വരുന്നില്ല. അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് നല്ലപോലെ ആണെങ്കിൽ ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഇവിടത്തെക്കാട്ടിലും പിന്നെ ഇത്തിരി കൂടെ ബെറ്റർ തോന്നുന്നു അവിടെ തന്നെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. പിന്നെ പൊടിയുണ്ട്, അതേ പറ്റുള്ളൂ. പൊടി ഒരു വിഷയമാണ്. അലർജി, ചുമയൊക്കെ പെട്ടെന്ന്. പിന്നെ ഇവിടെ പറ്റില്ല കേട്ടോ. നല്ല ചൂടായി. ഇടുക്കിയിലും ചൂടായി. ഇടുക്കി ഇത്ര ചൂടാണെങ്കിൽ കോട്ടയത്ത് എറണാകുളത്ത് തന്നെ ചൂടായിരിക്കുമല്ലോ. അപ്പം ഞാനമ്മ എവിടെ പോയാലും എന്നെ അവധി കിട്ടിയിട്ട് എങ്ങും കൊണ്ടുപോകുന്നില്ല. ചുമ്മാ ഇരുന്ന് മടുക്കും. അങ്ങനെയുണ്ട് ഒരു ഉടുപ്പും വലിച്ചിട്ട് ഞങ്ങളുടെ പുറകാരമാണ് പരിപാടി. വാ പോകാം. എണീറ്റോ. കൊച്ചിനെ എവിടെ കൊണ്ടുപോകുന്നില്ല കേട്ടോ പറച്ചില്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം കൊച്ചിന് വരണം. വാ. എന്നാ പറ്റിയിടോ? ഏണി വെക്കണോ? വെച്ച് തരണോ? വെയിലൊന്നും ഇല്ല. കുറച്ചേരം കൂടെ നിന്നോ അവിടെ. അച്ചാ പോറ്റി ആക്കി വരണ്ട. വെച്ച് തരാം. ആ പിടിച്ചിട്ടുണ്ട്. കാല് വെച്ചിട്ടുണ്ട്. ഇറങ്ങിക്കോ. എടി ഇറങ്ങിക്കോടി. ആഴ വീണത് ഞാൻ ഇല്ല 18 ആയോളോ. പോവാനൊക്കെ ആയോ? ആണോ? വിരിക്കാം. എന്റെ പൊന്നെ, 2 കയ്യാലിടണേ. അയ്യോ, ചെറുക്കം വളഞ്ഞു പോന്നു എന്റെ പൊന്നെ. ഒത്തിരി ചുമന്നാണ്ട് നടക്കാതിരുന്നാ മതി. അത് നല്ല പെട്ടിക്കാ പോലെ ഇരിക്കുന്നേ. വേറൊന്നും എടുക്കാനില്ല. അതൊക്കെ ഞാൻ എടുത്തു വെച്ചു കൊടുത്തിട്ട്. പിള്ളേരെ എല്ലാം നല്ല രീതിയിൽ നോക്കി വളർത്തി എടുക്കുക കേട്ടോ. ഇതൊക്കെ പറയാനുള്ളൂ. ഉദ്ദേശിച്ചറിയോ, നമ്മുടെ സേറമ്മയുടെ മക്കളെ ബാഗ് ഇട്ടിട്ട് വളവാവും. എത്രയോ പിള്ളേർ ഇതുപോലെ ട്രാവൽ ബാഗ് നോക്കി പോകുന്ന പാവം തോന്നും. ചില പിള്ളേര് പുറകിൽ വിട്ട് കഴുത്തേക്കൂടെ ഇങ്ങോട്ട് ഫ്രണ്ടിൽ വിട്ടോണ്ട് പോകുന്നതാണ്. എന്റെ കൂടെ ബേസിൽ 2 പിള്ളേർ ബാഗ് തൂക്കിക്കൊണ്ട് പോകുന്നിട്ട് വളഞ്ഞു വന്നിട്ട് ഞാൻ വഴി വരെ കൊണ്ടു കൊടുത്തു. ഞാനിങ്ങ് പോയതിന് മുമ്പ്. പെൺപിള്ളേർക്കൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടാണ്. ആൺപിള്ളേർ പിന്നെയും ചുമന്നോണ്ട് എങ്ങനെയെങ്കിലും പോകും. നിങ്ങൾ നരുന്ന പോലെയല്ലേ ഇരിക്കുന്നേ. ഒന്നാമേ നട്ടല് വളഞ്ഞു പോകാതെ നേരെ നിക്കണം കേട്ടോ. കഴിക്കും. ഇപ്പൊ ഈ വട്ടം വെച്ച് ക്ഷീണോ കേട്ടോ. കഴിക്കും. നിറച്ച റോസ
മുട്ട വിരിഞ്ഞ് നിൽക്കുക കേട്ടോ. എല്ലാം വിരിഞ്ഞ് കണ്ടിട്ടൊക്കെ പോകാനുണ്ടായിരുന്നു. കണ്ടോ ഇഷ്ടംപോലെ ചെടിയായി വരുന്നുണ്ട്. വേറെ നോക്കി കിടക്കുന്നുണ്ട്. ഓക്കെ അറിയാം. ഓട്ടോ എടുക്കുന്ന നോക്കുക അറിയാം. കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അറിയാം പോകാനുള്ള തന്ത്രപ്പാടില്ല എന്ന്. എന്തൊക്കെയോ മറന്നു പോയല്ലോ തോന്നുന്നു. ഫോൺ എടുത്തു, ചാർജ് എടുത്തു, പേസ് എടുത്തു, പൈസ വെക്കുന്നുണ്ട്. മീറ്റിംഗ് എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. വെയില ആ വാച്ചും ഉണ്ടായി കളഞ്ഞേക്കല്ലേ കേട്ടോ. ഒരെണ്ണം കൊണ്ടേ ട്രെയിനെ കളഞ്ഞു കേട്ടോ. എന്റെ വാച്ചിന് സ്റ്റാഫ് കൂട്ടിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ. പൊക്കോ എനിക്കൊരു ഉമ്മന്നിട്ട് പോ. ആ പൊക്കോ കോഴിക്കോട് കൊണ്ടുവിട്ടിട്ടോ ആയേ. ആ എന്തായാലും വെള്ളം വല്ലതും വേണം മേടിച്ചോ കുടിക്കാൻ. സ്പ്രൈറ്റോ എന്തായാലും മേടിച്ചു. ചേട്ടാ എന്നിട്ട് കരയുന്ന്. എന്തിനാ കരയുന്നേ? വരും, പോയിട്ട് വരും. മിണ്ടാൻ പറ്റുന്നില്ല കരഞ്ഞിട്ട്. കൊണ്ടുവിട്ടോ? സങ്കടമായിരുന്നോ? ആ അല്ലേ? വീട്ടിൽ നിന്ന് പഠിക്കാൻ പോവാന്ന് പറഞ്ഞാലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരായി സന്തോഷമാവും. അപ്പൊ പോകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയത്തൊരു ബുദ്ധിമുട്ട് നല്ലവരുണ്ട്. അത് നമുക്കും ഉണ്ട്. മുഖത്തൊരു വിഷമം, സങ്കടമായിരുന്നല്ലേ? അങ്ങനെ 10 ദിവസം ലീവിന് വന്നാലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. പപ്പ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് ഇനിയിപ്പോ 1 മാസത്തേന് പപ്പായ്ക്ക് എനിക്കും പണി തന്നിട്ടാ പോയേക്കുന്നത്. ഇത് ചെയ്യണം എന്ന് പറഞ്ഞോണ്ട് വീട്ടിലെ കാര്യങ്ങളെന്ന് വെച്ചാൽ അതാ ചിന്ത മൊത്തം. പഠിക്കുന്ന കാര്യത്തിലൊക്കെ കൂടുതൽ ചിന്ത ഇവിടെ നമ്മുടെ കാര്യത്തിലാണ് അവർ ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പം പോയപ്പോ ഒരു സങ്കടമായി. നമ്മുടെ സേറമ്മളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് പോകുന്നതിന്റെ ഒരു സങ്കടം വേറെ ഉണ്ട്. പിന്നെ ഇത്ര ദിവസം പഠിക്കണമല്ലോ, എഡ്യൂക്കേഷൻ ആണ് മുഖ്യം അല്ലേ? അത് തന്നെ. അപ്പം മക്കള് കാറുന്നുണ്ട്, പോയി തീറ്റ കൊടുത്തോ? രാവിലെ എന്നാ പരിപാടിയാടോ താനെ? അപ്പം ഞാനൊരു ഗിഫ്റ്റ് പൊതിയാനായിട്ട് തുടങ്ങുമായിരുന്നു. ഇതാ ഗിഫ്റ്റ്. ഇത് നമ്മുടെ ഇവിടെ ഒരു അയൽവക്കത്ത് ഒരു കുഞ്ഞുവാവയുടെ ആദ്യ കുർബാനയാണ്. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടെ ഉപ്പാറയ്ക്ക് പോയപ്പോ പൊതിഞ്ഞ് മേടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് നിങ്ങളെ ആരെയും കാണിച്ചു തന്നില്ലല്ലോ എന്ന് ഓർത്തു. അന്നേരം പിന്നെ ചെറിയൊരു പാക്കിങ് ആയിരുന്നു. അപ്പൊ ഞാൻ അഴിച്ചിട്ട് ഇതാണ് നമ്മൾ മേടിച്ചത്. നല്ല കളറാ, യെല്ലോ കളറല്ലേ? 5ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചാ. അവർക്ക് വലിയ 5ാം ക്ലാസ്സിന്റെ മുഴുപ്പൊന്നും ഇല്ല. ചെറുതാ, കുഞ്ഞ ഇത്ര ഉള്ളു കേട്ടോ. അതിന്റെ ഇളയത് ഒരാളുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഓർക്കുന്ന പിന്നെ ഇത് മേടിച്ചേക്കാന്ന് ഓർത്തു. ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇങ്ങനെ വഴിയെ പോകുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട്. കയ്യില് പിടിച്ചോണ്ട് നിൽക്കുന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുഞ്ഞു പാവക്കുട്ടീനെയൊക്കെ വലിയ ഇഷ്ടമാണ്. അന്നേരം സൈക്കിളിലൊക്കെ പാവക്കുട്ടിയെ വെച്ചോണ്ട് വഴി കൂടെ നടക്കുന്ന കാണാം. അപ്പൊ അങ്ങനത്തെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് കൊച്ചിന്റെ വേറെ എന്നെ ഇഷ്ടമുള്ളതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതങ്ങ് മേടിച്ചു. അല്ല, ഇത് അവൾക്ക് ഇഷ്ടപ്പെടും. എന്നാന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ഞാനാണേലും പാല് മേടിക്കാനൊക്കെ പോകുമ്പോഴേ അവള് കുഞ്ഞു പാവേനയൊക്കെ എടുത്ത് കൈ വെച്ചിട്ട് ചെറിയ തോർത്തും കൊണ്ട് ഒരു സാരിയൊക്കെ ചുറ്റി വഴിയിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. കുഞ്ഞു അമ്മയൊക്കെ ആയിട്ട് നിൽക്കുന്ന പോലെ. അന്നേരം കുഞ്ഞ് പിള്ളേരുടെ മൈൻഡല്ലേ. ചെടി വീര് 2 കേട്ടോ, അമ്മയും കുഞ്ഞും. ആയതുകൊണ്ട് അടിയിലൊരു കുഞ്ഞും ഉണ്ട്. ഇത് തയ്ച്ചു വെച്ചേക്കും അല്ലേ? ഈ കളർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് കൊടുക്കാം, അല്ലെ ഇതിങ്ങനെ വീർത്തിരിക്കും. അത് പതിയും. 2ഉം കൂടെ അങ്ങോട്ടൊന്ന് പുറത്ത് വെച്ചിട്ട് പൊതിഞ്ഞ് നോക്കിക്കേ. സാരമില്ല, നമ്മളിവിടെ അടുത്ത് തന്നെയാണ് പോകുന്നത്. ഒത്തിരി ദൂരമൊന്നും ഇല്ലല്ലോ. ആണല്ലേ? അങ്ങനെ വേണം ചെയ്യാൻ. എങ്ങനെയാ പരിപാടി കഴിഞ്ഞോ? ഗിഫ്റ്റ് പേപ്പർ എല്ലാം കീറിയതായിരുന്നു കേട്ടോ. അത് ഒരു തരത്തിൽ കൊച്ചൊട്ടിച്ച് ഉറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കാണുമ്പോ
ആ ഇത് ഇതല്ലോ. ആ എന്നാലും കുഴപ്പമില്ല, നല്ലതായിട്ട് തന്നെയാ. ആണോ? ഉം. അതെന്ന് പറയുമ്പോഴത്തേക്കും കടയിലെ ചേട്ടൻ പൊതിഞ്ഞു വന്നു കഴിഞ്ഞ് ഞാനത് പിന്നെയും വിടിയിപ്പിച്ചില്ലേ, ആ അപ്പൊ അത് കുറക്കേറി. ആ അത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ പുള്ളി ഒരൊറ്റ ഷീറ്റാല ഇത് പൊതിഞ്ഞു തന്നെ. ഒറ്റ ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടേബിളിന്റെ ഒരു പകുതിയേ ഉള്ളു. ആ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നോക്കിയപ്പോ ചുമന്ന പേപ്പർ ഉണ്ടോന്ന് നോക്കിയപ്പോ വേറെ പൂക്കളുള്ള വേറെ ചുമന്ന പേപ്പർ കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ചിട്ട് രണ്ടും കൂടെയാണ് പൊതിഞ്ഞത്. അതാണ് ഇങ്ങനെ ഒരു. അത് കുഴപ്പമില്ല, കാണാൻ സെറ്റപ്പാ. ആണോ? എന്നെ ആണേലും അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിയുമ്പം പിള്ളേരല്ലേ അവരത് അപ്പൊ തന്നെ പൊട്ടിക്കും കേട്ടോ. എന്നാ കാപ്പിയൊക്കെ കുടിക്കാൻ നോക്കിക്കോ. കാപ്പി കുടിക്കാം. എന്താ എന്റെ കാലെ കടിച്ചു. കൊതുകായിരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ ഇവിടെ 2-3 ദിവസമായിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൊതുക് ശല്യമായിരിക്കും കൊച്ചിനെ അല്ലേ? ചൊറിയുന്നുണ്ട്. ആണല്ലേ? രാത്രിയിലെല്ലാം കൊതുക് കുത്തി. അത് കുളിക്കാഞ്ഞിട്ടാണോ? ചുമ്മാ തമാശ ചോദിച്ചതാ കേട്ടോ. കാപ്പി തരാം ബാ. പിന്നെ എന്നാ കാപ്പിക്ക്? കാപ്പിക്ക് സാമ്പാറും ഇഡ്ഡലി. പപ്പായി ഞാനും ഒക്കെ കഴിച്ചു. സാമ്പാറും ഇഡലി അല്ലേ? കൊച്ചിനെ നോക്കിയിരുന്നാ ഞങ്ങൾക്ക് വിശപ്പ് കെട്ടുപോകും. അതുകൊണ്ട് ഞങ്ങൾ പണിയെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ കാപ്പി കുടിച്ചു. നമ്മുടെ ഇവിടെ ഇന്ന് ഓസ് വെള്ളത്തിൻ്റെ കെട്ടാനായിട്ട് രാവിലെ വന്ന് നമ്മുടെ ചേട്ടന്മാർ വിളിച്ചായിരുന്നു. അന്നേരം പപ്പ അങ്ങോട്ട് പോയി രാവിലെ കേട്ടോ. രാവിലെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് അതങ്ങോട്ട് പോയി. 2 ദിവസമായിട്ട് ഓസിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമല്ലേ, ഒന്നും പോകാതിരിക്കാൻ കൂടാതിരുന്ന മോശമല്ലേ. അങ്ങനെ പോകണം. നമ്മുടെ ഈ ഭാഗത്തോട്ടുള്ള എല്ലാവരും ചെല്ലണം. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗത്തോട്ട് ഓസ് ഇന്ന് വലിക്കുന്നത്. ഇവരെല്ലാവരും ചെല്ലണം. പപ്പ രാവിലെ പോയി. കൊച്ചു കഴിക്കാം. എനിക്കിന്ന് ഇഡലി സാമ്പാർ 3 എണ്ണം വേണം, 2 എണ്ണം മതി. 3 കഴിക്കണം. ഞാൻ 4 എണ്ണം വെക്കാനായിട്ടാണ് ഇരുന്നത്. അത് വേണ്ട. സാമ്പാറും ഒഴിച്ചോ? മതി. സാമ്പാറിന്റെ ചാറ് സൈഡിൽ വെച്ചേക്കാം. അപ്പം ഒന്നുകൂടെ കഴിക്കുന്നോ കമ്പനിക്ക്? ഇല്ല, 3 എണ്ണം കഴിച്ചു. അതിൽ കൂടുതൽ പറ്റിയല്ല. ആണോ? അധികം ആയില്ല കഴിച്ചു. എനിക്ക് ഇഡലി ഒപ്പമൊക്കെ കറി കൂട്ടി കഴിക്കുന്നതിലും ഇഷ്ടം പഞ്ചസാര കൂട്ടി കഴിക്കുന്ന കേട്ടോ, ചൂടോടെ. ഇപ്പം ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ആറിപ്പോയി. അതുകൊണ്ട് നമുക്കിന്ന് കറി കൂട്ടി കഴിക്കാം. ആണോ? അതമ്മേനെ സോപ്പിടാൻ പറഞ്ഞല്ലേ? അങ്ങനെയൊന്നുമില്ല, കൊള്ളത്തില്ല പപ്പ, കൊള്ളത്തില്ലെന്ന് തന്നെ പറയും. കായം ഇല്ല, അല്ലെങ്കിൽ എരിവില്ല, പുളിയില്ല, അങ്ങനെയൊക്കെ തന്നെ പറയും. നല്ലതാണെന്ന് പറയും. ഇന്നത്തെ സാമ്പാർ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്നും 4 എണ്ണം പപ്പ ഇഡലി കഴിക്കുന്നത്. ഇന്ന് 5 എണ്ണം കഴിച്ചിട്ടാണ് പറയും. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഇപ്പൊ എന്റെ അമ്മ ഇവിടെ നിപ്പുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ലല്ലോ. ഉണ്ടോ? എവിടെയാ കണ്ടേ? നമ്മുടെ ചെടിയുടെ ഇലയെല്ലാം കൂടെ ഈ മതിലോട്ട് വീണിട്ടേ അങ്ങ് ഉണങ്ങി കരിഞ്ഞ് കിടക്കുവാണേ. മഴ പെയ്യുമ്പോ വന്നിട്ട് അഴുകും. അഴുകിയിട്ട് ഈ പെയിന്റിന്റെ പുറത്തോട്ട് വീണ് കഴിയുമ്പോൾ വൃത്തികേടായിട്ട് കിടക്കും. കൊറേ ഉണ്ടല്ലോ. കുറെ ഉണ്ട്. ഓ, ഈ ചെടിയുടെ ആകട്ടോ. ചെടിയുടെ ഇല പൊഴിഞ്ഞു വീഴുന്നു. വെയിലല്ലയോ, അപ്പൊ കൂടുതലും കരിഞ്ഞു വീഴും. ഒന്ന് കൊന്നനാടോന്ന് പറഞ്ഞ പോലെ തൂത്ത് കളയണം, അല്ലെങ്കിൽ അത് അഴുക്കായിട്ട് ഇതേ മൊത്തം ഈ ചെടി പോലെ കിടക്കും അഴുകിട്ടേ. അതുകൊണ്ട് ഒന്ന് ഈയിടെ വന്നാതെ പപ്പ പെയിന്റ് അടിച്ചതാ. പെയിന്റ് അടിച്ചിട്ട് പിന്നെ ഈ ചെടിയുടെ ഇല വീണ് അഴുകി കിടന്നിട്ടേ ചള്ളായി. കഴുകിയാ പോവല്ലേ? കഴുകിയാ പോവും. അപ്പൊ മഴയുണ്ടോണ്ട് ഇച്ചിരി വൃത്തിയായിട്ടാ കിടക്കുന്നു. അപ്പൊ അടിച്ചു വാരാൻ പോവാണോ? ഞാൻ എല്ലാവരും ഒന്ന് അടിച്ചു വാരാനായിട്ട് പോവുക. ഉച്ച കഴിഞ്ഞ് അടിച്ചു വാരാനിരുന്ന മഴയാണേ. ഉച്ച കഴിഞ്ഞ് ഒത്തിരി പരിപാടി വേറെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് കിട്ടിയ സമയം കൊണ്ട് വെയിലായി. രാവിലെ ഓരോ കാര്യങ്ങളൊക്കെ കോഴിക്കോട്ടിലും ഒക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് സമയം ഇത്രമായി. ഈ കോഴിക്ക് തീറ്റ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി അത് കൊണ്ട് കൊടുക്കും. അമ്മ അടിക്കുന്നതൊക്കെ നമ്മുടെ ഷെയറ നോക്കി കിടക്കുന്നു. ചേട്ടായി പോയതിന്റെ സങ്കടവാ. ഇന്നലെ ബാഗും തൂക്കിക്കൊണ്ടേ പോയപ്പം എണ്ണീറ്റ് നിന്ന് നോക്കിയായിരുന്നു. അന്നേരം തൊട്ടൊരു മൗനമാണ്. അതെ, എപ്പോഴും ഞാനിവിടെ നിൽക്കുമ്പോഴേ നോക്കുകയും എന്നോട് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുന്നതാ. അവക്കറിയാം, അവള് മൂളുന്നുണ്ടോ? മോളെ എന്നാ പറഞ്ഞാലും അറിയാം കേട്ടോ. ചേട്ടായി പോയോ? അപ്പുറത്തുനിന്ന് കുഞ്ഞുങ്ങളെ അവളെ നോക്കുന്നുണ്ട്, അതാ. കുഞ്ഞുങ്ങൾ കരയുമ്പോ നോക്കുവോ എന്നാണ്? ഇതെല്ലാം പറ്റിയിട്ടാണോന്നാ.
അവരമ്മയും മക്കളും കൂടെ എപ്പോഴും വർത്താനോ അപ്പുറത്തും ഇപ്പുറത്തും പൊങ്ങി നിന്ന. ഞങ്ങൾ കാണിച്ചു തരാം. അവിടെ ഇപ്പൊ തുണി വിരിച്ചിട്ടേക്കുവായോണ്ടേ കാണത്തില്ല. പെട്ടെന്ന് തൂത്തുമായിരിക്കാം, നല്ല വെയിലാ. അപ്പൊ എനിക്ക് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അവര് രണ്ടുപേരും പുറത്ത് എന്തോ പരിപാടിയൊക്കെയാണ്, അതുകൊണ്ട് അവരില്ല. അപ്പം ഇനി തൊട്ട് തുടർന്ന് വരുന്നത് എൻ്റെ വീഡിയോ ആയിരിക്കും. എല്ലാവരും കാണണം. ചേട്ടായി ഇല്ലാത്തപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ വീഡിയോയ്ക്കകത്ത് കാണും. എന്നാലും പരമാവധി ഗുഡാക്കി ഇടാൻ ഞാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ടാറ്റാ.